നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ എടമുട്ടൻ തറവാട്ടിൽ ആൽഫ ഡയാലിസിസ് സെന്ററിന്റെ റിവ്യൂ മീറ്റിംഗ് നടത്തി. ആൽഫ ട്രസ്റ്റി താഹിറ നൂറുദ്ദീന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ നടന്ന യോഗത്തിൽ ഡയാലിസിസ് കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PF ജോയ്, സെക്രട്ടറി ജയരാജൻ P, ട്രഷറർ MK രാജീവ്, ഡയാലിസിസ് സൂപ്പർവൈസർ ജിതിൻ ജോർജ് എന്നിവർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. എടമുട്ടത്ത് ആൽഫ തറവാട്ടിൽ പ്രവർത്തിച്ചു വരുന്ന ഡയാലിസിസ് സെന്റർ 5 വർഷത്തിനിടെ 1 ലക്ഷത്തിലേറെ സൗജന്യ ഡയാലിസിസ് പൂർത്തിയാക്കിയിരുന്നു. 32 മെഷീനുകളിലായി മാസം തോറും 2200 ഡയാലിസിസുകൾ നൽകി വരുന്നുണ്ട്. അഡ്മിനിസ്ട്രേഷൻ മാനേജർ സന്ധ്യ സുജിത്, അക്കൗണ്ട്സ് ഓഫീസർ ജെനി മാത്യു, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ സലിൻ സോളമൻ, ക്ലബ് കോർഡിനേറ്റർ അലീന എന്നിവർ പങ്കെടുത്തു. ഡയാലിസിസ് പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം യോഗം ഉച്ചയോടെ സമാപിച്ചു. തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് മുസ്ലിം അസോസിയേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കോളേജിൽ പാലിയേറ്റീവ് കെയറിനെ കുറിച്ചുള്ള നഴ്സസ് ട്രെയിനിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു. NSS ഇൻചാർജ് അംജിത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ 50 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ആൽഫ നെടുമങ്ങാട് സെന്ററിലെ സ്റ്റാഫ് നഴ്സ് ചിന്നു പാലിയേറ്റീവ് കെയറിൽ ഹെഡ് ടു ഫുഡ് കെയറിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും എങ്ങനെയാണ് അത് നിർവഹിക്കുന്നത് എന്നതിനെക്കുറിച്ചും ക്ലാസ് നയിച്ചു. തുടർന്ന് ഗുരുതര രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന രോഗികളോടും അവരുടെ കുടുംബാംഗങ്ങളോടും കരുതലോടെയും സഹാനുഭൂതിയോടെയും സമീപിക്കേണ്ടതിന്റെ പ്രാധാന്യം കമ്മ്യൂണിറ്റി വെൽഫെയർ ജില്ലാ കോർഡിനേറ്റർ അക്ഷയ് ബാബുവും കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ഗൗരി കൃഷ്ണയും വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു. ആരിഷ് ക്ലബിന്റെ പ്രവർത്തനവും പാലിയേറ്റീവ് പരിചരണവും കൂടുതൽ പേരിലെത്തിക്കാൻ കോളേജ് സന്നദ്ധമാണെന്ന് അധികൃതർ അറിയിച്ചു. ആൽഫ തിരുവല്ല സെന്ററിന്റെ നേതൃത്വത്തിൽ പരിചരണത്തിലുള്ള നിർധനരായ രോഗികൾക്ക് പലചരക്ക് കിറ്റുകൾ വിതരണം ചെയ്തു. സെക്രട്ടറി KS പ്രകാശ്, സെൻട്രൽ കൗൺസിൽ മെമ്പർ ദീപ്തി നായർ, വോളണ്ടിയർമാരായ ബിന്ദു പ്രകാശ്, ബീന, എബ്രഹാം ചെറിയാൻ, അനിൽകുമാർ, ഇന്റേൺഷിപ്പ് വിദ്യാർത്ഥി ആര്യ എന്നിവർ സന്നിഹിതരായിരുന്നു. സ്റ്റാഫ് നഴ്സുമാരായ പ്രിയങ്ക, ശ്രുതി, ശ്രീലക്ഷ്മി, ഫിസിയോതെറാപ്പിസ്റ്റ് ജൂഡി എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.